ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെ സാധാരണ പൊട്ടിയ ഗ്ലാസ്സൊക്കെ എന്നാ ചെയ്യുന്നത്? വലിച്ചെറിയുകയാണോ പതിവ്? ഞാനങ്ങനെയല്ല കേട്ടോ. ഞാനിതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് വീട്ടിലെ ഷെൽഫിൽ വയ്ക്കുകയാണ് പതിവ്. ഇതിപ്പോൾ അതുപോലെ പൊട്ടിപ്പോയൊരു ഗ്ലാസ്സാണ്. അതെടുത്തിട്ട് നമ്മുടെ നാച്ചുറൽ ഹോം മെയ്ഡ് ക്ലേ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ചില സാധനങ്ങൾ അങ്ങനെയല്ലേ, നമുക്ക് എത്ര നശിച്ചു പോയാലും അത് കളയാൻ തോന്നത്തില്ല. അത് വീണ്ടും എടുത്ത് സൂക്ഷിച്ച് വയ്ക്കില്ലേ. അങ്ങനെ ഈ ഗ്ലാസ് കണ്ടപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ വേസൊക്കെ ആയിട്ട് നമുക്ക് ഷെൽഫിൽ വയ്ക്കാമല്ലോ. കുഞ്ഞുമക്കളെ ഇവിടെ തകൃതിയായിട്ട് എൻ്റെ കൂടെ ഭയങ്കര പണിയിലാണ്. ഞാൻ ഈ പരിപാടിക്കൊന്നും അധികം കൂട്ടാറില്ല, പക്ഷെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലേ വെച്ച് കവർ ചെയ്തെടുത്തിട്ട് ഒരു കുഞ്ഞു വാതിലും സൈഡിൽ കൂടെ ചുറ്റി പറ്റി പോകുന്ന ഇങ്ങനെ വള്ളിച്ചെടികളും പിന്നെ സൈഡിൽ കുറച്ച് മഷ്റൂംസ് അങ്ങനെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് നോക്കാം. ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോഴേ ആദ്യം ചെയ്ത് വെച്ചത് കൈ വെച്ച് പ്രസ് ചെയ്ത് ചളുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം. അപ്പം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പെയിൻറ്റിങ് പരിപാടിയിലേക്കൊക്കെ പോകണം. അതിന് മുമ്പായിട്ട് നമ്മൾ മഷ്റൂം ഇങ്ങനെ കുഞ്ഞു ബോൾസ് പോലെ ആക്കി എടുത്തിട്ട് കുഞ്ഞൊരു സ്റ്റെമ്മും കൂടെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഫെവിക്കോൾ വെച്ചാൽ ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഫെവിക്കോൾ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിയിരിക്കും. എന്നിട്ടത് ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ മഷ്റൂംസ് റെഡി ആയിട്ടുണ്ട്. 3 മഷ്റൂമാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഇനി അതിലേക്ക് ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതത്ര പെട്ടെന്ന് ഉണങ്ങത്തില്ല കേട്ടോ. ഡ്രൈ ആവണമെങ്കിൽ ഒരു ദിവസമെങ്കിലും മിനിമം പിടിക്കും. നമ്മുടെ കാലാവസ്ഥ പോലെ ഇരിക്കും. എന്നാലും വെയിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഹെവി ആയിട്ട് ക്ലേ വെച്ച് വർക്ക് ചെയ്തിരിക്കുന്നതല്ലേ, അപ്പം വളരെ കട്ടി കുറഞ്ഞൊക്കെയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇതുപോലെ കുറച്ച് കട്ടിയിലാണെങ്കിൽ അത് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.